ഇതിനെന്തോ വില? 40 രൂപ. അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈ കൊണ്ടുപോയി വീട്ടിൽ ചെന്നേ മീനെ തൊട്ടെന്ന് പറഞ്ഞാൽ മതി. 5 രൂപ പോലും. എന്നാ 1 രൂപ പിടിച്ചോ. എന്തൊരു നാറ്റം. പോന്ന വഴിക്ക് ഒന്ന് കുളിച്ചിട്ട് പോ. അമ്മ ഒന്നോണ്ട, ഇല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് നല്ലപോലെ നല്ല പറഞ്ഞു. അയ്യോ, അതേതായാലും നന്നായി. ഇല്ലെങ്കിലേ ആ മീൻ മുഴുവൻ തലേ കമിഴ്ത്തിയേനെ. പഠിക്കാത്തതിന് പാറൂട്ടി ടീച്ചറുടെ തല്ല് എന്നും എനിക്ക് കൊള്ളുമായിരുന്നെങ്കിലും ഈ കുട്ടികളെ കാണുമ്പോഴാ ആ കാലം കഴിഞ്ഞതിൽ വിഷമം തോന്നുന്നത്. അല്ലേ തട്ടാക്കുട്ടി? ശരിയാ, കുട്ടികളായിരിക്കുമ്പോ തോന്നും വേഗം വലുതാവണമെന്ന്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. തട്ടാക്കുട്ടി മിടുക്കനായിരുന്നു, ഞാനൊരു മണ്ടിയും. തട്ടാക്കുട്ടി പഠിത്തം നിർത്തണ്ടായിരുന്നു. എനിക്ക് വലിയ ആശ ഉണ്ടായിരുന്നു, നമ്മളെ കണക്ക് പഠിപ്പിച്ച ഗോപാല സാറിനെ പോലെ ഒരു സാറാകണമെന്ന്. എന്നാ തട്ടിക്ക് പഠിക്കായിരുന്നു. കണക്കില്ലായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുട്ടിയെ വിളിച്ചപ്പോ എന്റെ പുത്തൻ രാശി ഒഴിച്ചു. എന്ത് ദേഷ്യായിരുന്നു തട്ടാക്കുട്ടിക്ക്. എന്നിട്ട് നീയല്ല തട്ടാക്കുട്ടി 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 എന്ന് ഒരു 100 തവണയെങ്കിലും വിളിച്ചു കാണും. എല്ലാരും എന്നെ ഉണ്ണിന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മൂട്ടി എന്നെ തട്ടാക്കുട്ടിന്ന് വിളിക്കുന്നത് കേൾക്കാനാ ഇന്നെനിക്കിഷ്ടം. അയ്യോ, നീ മറക്കും പാടം പച്ചച്ച പാവാടയിട്ടപ്പം പാവം നീ എത്ര മേലോട്ടു നോക്കി ആടി കളിച്ചതും പാടി പറന്നതും ഒന്നായി കണ്ണീര് നീ. കല്യാണം എവിടെ നിർത്തിട്ട് നടത്തണം നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. ആ പറയാൻ മറന്നു, ഇന്ന് തട്ടാര് വന്നിരുന്നു. ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തു കിട്ടാനാ പാട്. ശാന്തേ, അമ്മൂനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്? അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ടൻ നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മൂനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം. മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാൽ എന്താ? ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവാ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടിയില്ല. ഇനി തൊട്ട് നിനക്കതിന് കഴിയൂല. എന്റെ കാലശേഷം നമ്മുടെ കടയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എല്ലാം ഈശോന്ന് കരുതിയാ മതി. പൊന്നും പുടവയും തന്ന് നിന്നെ കെട്ടിച്ചയക്കാൻ ഈ ചേച്ചിക്കാവില്ല കുട്ടി. മോളെ, ഈ ചേച്ചിക്ക് ഇനി നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചു പൊയ്ക്കോ. മനസ്സും ശരീരവും മരവിച്ച് ഈ ചേച്ചിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ.
ഭാർഗവേട്ടൻ ഒരു നാണമില്ലല്ലോ. ശാന്തേച്ചിയുടെ ഭർത്താവില്ലേ അയാള്? അതിനെന്താ, ഒന്നുകൂടെ കെട്ടിയാൽ എന്താന്ന് അയാളുടെ ചോദ്യം. കൊള്ളാമല്ലോ അയാളുടെ പൂതി. നാട്ടിൽ നടപ്പുള്ളതല്ലേന്ന് അയാൾ പറയുന്നത്. നാട്ടുപറപ്പ് കൊല്ലും ഞാനയാളെ. എന്റെ അമ്മൂട്ടെ ഞാനല്ലാതെ മറ്റാര് കെട്ടിയാലും അവനെ കൊല്ലും ഞാൻ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ. എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളൂ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുകൊള്ളു. തെറിഞ്ഞ മണി കൊണ്ടോ അവന്റെ ഒരു അളവെടുപ്പ്. ആശാനേ, നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ, ഞാൻ ഇവരെ വിളിച്ചോണ്ടരാനാ. എന്തിനാ എന്റെ ശവം പൊക്കിക്കൊണ്ടു പോവാനാ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരു അളവെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന? താനേ സ്വർണ്ണത്തെ ചെമ്പ് ചേർത്തോ, ചെമ്പ് സ്വർണ്ണം ചേർത്തോ ആഭരണം പണിത്? അനാവശ്യം പറയരുത്. ശ്രീയാണെന്ന് ഞാൻ ഓർക്കില്ല. എന്റെ മോക്ക് പണിത് വന്ന ആഭരണം ചെമ്പ് ചേർത്തല്ലേ താൻ പണിത്? അതാണ് ചെമ്പ് ചേർത്ത് സ്വർണ്ണം പണിയാൻ പറ്റൂ. അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. നിനക്കിത് വേണ്ട. ഒന്നുകിൽ സ്വന്നിരിച്ചതാ അല്ല നല്ല മൂന്നതാ. പേടിപ്പിക്കണോ? തരാൻ മനസ്സില്ല. നീ മേടിക്കണോണ്ട് കാണണമല്ലോ. ഒന്നും തിരിച്ചു മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് ദാമോദരനല്ല. അന്നേരം കാണാം. ഞാനെന്തോ ആദ്യം ചെയ്യുന്ന പോലെ കയറി വന്നിരിക്കുന്നു. 32 വർഷമായി ഈ പണി തുടങ്ങിയിട്ട്. ഇതുവരെ ഒരുത്തരും കയറി വന്നിട്ടില്ല ചോദിക്കാൻ. സ്വർണ്ണത്തിൽ ചെമ്പി ചേർക്കാൻ പാടില്ലെന്ന്. കുളിച്ച് പൗഡർ ഇട്ട് എങ്ങോട്ടേക്കാ? നീ വന്ന് അവിടെ പിടിച്ചേ. പിന്നെ ഒരു കാര്യം, കാവില് പൂർവ്വം മേളമൊക്കെ നടക്കും. അങ്ങോട്ടൊന്നും എഴുന്നള്ളണ്ട. രാത്രി ഇവിടെ നിന്ന് പണിതാലേ നാളെ രാവിലെ ഇത് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. കൊള്ളാവോ? മുത്തുമാല ഇട്ടിട്ട് അമ്മൂട്ടിക്ക് ഒരു ചന്തമില്ല. പാവങ്ങൾക്കൊക്കെ ഇത് തന്നെ അധികം. സ്വർണ്ണപ്പണിയും പണം പലിശയ്ക്ക് കൊടുക്കലൊന്നും ഞങ്ങൾക്കില്ലല്ലോ. അത് അച്ഛനല്ലയോ? ആ കാശുണ്ടാകട്ടെ. പൊന്നുകൊണ്ടൊരു മാല തീർത്ത് ഈ കൈ കൊണ്ട് ഞാൻ എന്റെ അമ്മൂന്റെ കഴുത്തിൽ കെട്ടും. ആർക്കും പണിത് കൊടുക്കാത്ത ഒരു പണിത്തരമായിരിക്കും അത്. ആ മാലയുടെ പേരെന്താ നമ്മട്ടിക്കറിയാവോ? എന്താ? കല്യാണമാല. ദേ,
എനിക്ക് തരാൻ വേണ്ടി വല്ലവരും കൊണ്ടു കൊടുത്തിരിക്കുന്ന പൊന്നെടുത്ത് മാല തീർത്തിട്ടേ വെറുതെ അച്ഛൻ്റെ അടി വാങ്ങരുത്. എനിക്കാരുടെയും പൊന്നു വേണ്ട. എന്റെ അമ്മൂട്ടിയുടെ കഴുത്തിൽ കെട്ടാനുള്ള പൊന്ന് ഈ ഞാൻ അധ്വാനിച്ചുണ്ടാക്കും. എന്റെ പൊന്നു മക്കളെ